ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഗഡ ഗെയിമിംഗ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2 മാസമായി തോന്നുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കുറേ പരിപാടിയൊക്കെ പോയി വീഡിയോയുടെ വേണ്ട കുറച്ച് മടിയൊക്കെയാണ് ഗെയ്സ്. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ഫ്രീ ഫയറാണ് ഗെയ്സ് കളിക്കുന്നത്. നേരത്തെ അവൾ പബ്ജി കളിച്ചെങ്കിൽ ഇപ്രാവശ്യം അവൾ ഫ്രീ ഫയർ കളിക്കും. നമ്മൾ ഒരു സാധനം ഉണ്ട് ഗൈസ്, അത് PC-ത്തെ വാലോറൻറ്റില്ലേ, അല്ലെങ്കിൽ അത് വേണ്ട, അത് വേണ്ട പറഞ്ഞേക്കാം ഗൈസ്. അങ്ങനെ ത്രില്ലടിച്ചിരിക്കണ്ടല്ലോ, അടുത്ത 2-3 മാസം കഴിഞ്ഞ വീഡിയോ ഉള്ളൂ. ചെറിയ ചുമണ്ടി ക്ഷമിക്കണം. അപ്പോൾ ഇനി 2-3 മാസം കഴിഞ്ഞുള്ള വീഡിയോ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ എന്താ പറഞ്ഞുതരാം, നമ്മുടെ വാലോറൻറ്റ് മൊബൈലില്ലേ, അതിൻ്റെ ഒരു കോപ്പി ഗെയിം എനിക്കിട്ടുണ്ട്. കോപ്പി എന്ന് പറഞ്ഞാൽ ഏകദേശം വാലോറൻറ്റ് പോലെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഗെയിം നമ്മൾ കളിക്കുന്ന വീഡിയോ എനിക്ക് എടുത്ത് തരാൻ പോണേ. പേര് Matter1x4 എന്നാണ് ഗൈസ്. സ്പെല്ലിംഗ് ആണെങ്കിൽ അടുത്ത വീഡിയോ കാണിച്ചത് ഗൈസ്. ഞാനിപ്പോൾ സ്പെല്ലിംഗ് പറഞ്ഞല്ല, MATR1x FIRE FIRE ഇതാണ്. ഓക്കെ, ടീം വിളിക്കുന്നുണ്ട്, അവൻ്റെ കൂടെ കയറാം. ഓക്കെ, സെറ്റ് ചെയ്യേണ്ട നമുക്ക് ഇതിനോട് എന്താ ഇതാക്കാൻ പറയാം ഗൈസ്. മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ, മാച്ച് സ്റ്റാർട്ടിങ് ഗൈസ്, സ്റ്റാർട്ടിങ്. ഞാൻ കുറേ നാളായി ഫ്രീ ഫയറായി. ഇതിൻ്റെ കുറച്ചൊരു കുഴപ്പമുണ്ടാവും, എല്ലാം ക്ഷമിച്ചില്ല. ലാഗ് അടിക്കണത് ഇമോട്ടൊക്കെ ഇടാ നീ സീനൊക്കെ അല്ലേ. ഞാൻ അധികം ഒച്ചയിടാതെയാണ് അങ്ങനെ മിണ്ടാതിരുന്നൊക്കെ ഗെയിം കളിക്കല് കൂടുതൽ. അത് പിന്നെ ചെറിയ ശബ്ദത്തിലൊക്കെ ഹലോ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പറയാം. ഈ വീഡിയോയിൽ എൻ്റെ ഒരു റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൽ കളിക്കുന്നത്. പിന്നെ അത് റെക്കോർഡർ എന്ന് പറഞ്ഞാൽ വീഡിയോ പറയുന്നില്ല, കുറച്ച് ഒച്ച പറഞ്ഞാൽ കേൾക്കുള്ളൂ ഗൈസ്. ഇതുണ്ട് സ്ട്രിപ്പിലിറങ്ങാം ഗൈസ്. കേൾക്കാത്തതുകൊണ്ട് ഞാൻ ഒച്ചയിൽ പറയണം. ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് വിട്ടു. ഞാൻ പതുക്കെ പറഞ്ഞ കളിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് സ്ട്രിപ്പിലിറങ്ങാം. സ്ട്രിപ്പിൽ നല്ലോണം ലൂട്ട് ചെയ്തിട്ട് പീക്ക് പോയി അവിടെ ലൂട്ട് ചെയ്യാതെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊല്ലാം. ലൂട്ട് ചെയ്ത് വേണമെങ്കിൽ കൊല്ലാം. ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അല്ല ഏതൊരു മോയന്തൻ ഞാൻ പോടിച്ച് ഏതൊരു ഇനിമയാടി ഒന്നു. സോളോട്ട് എന്തോ സാധനം കോയിനില്ലേ അതപ്പുറത്തെ മടക്കാൻ പോവാം. ബൈസൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബൈസണും M10 കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കണ്ട് പതുക്കെ കൊണ്ട് വീക്കി പോയിട്ട് കാര്യമില്ല ഗൈസ്. ഒരു കണ്ണും കൂടി കുറച്ചുകൂടി സെറ്റപ്പ് ആക്കണം. നിങ്ങളറിയാം ഞാൻ ന്യൂബാണ് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. ന്യൂബാണ്, ബോട്ടാണ്, മറ്റേതാന്നൊക്കെ ആയിക്കോട്ടെ. നിങ്ങളെന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കളിക്കുന്നു. അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്നെ ന്യൂബെന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ, എന്നെ പൊട്ടെന്ന് വിളിക്കണമെങ്കിൽ പൊട്ടെന്ന് വിളിച്ചോ, കളിക്കാറിയത്തതിന് വിളിക്കണമെങ്കിൽ അങ്ങനെ വിളിച്ചോ, ബോട്ടെന്ന് വിളിക്കണമെങ്കിൽ ബോട്ടെന്ന് വിളിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. നിങ്ങൾ പറയുന്നുണ്ട് 4 കൊല്ലം അല്ലെങ്കിൽ 5 എന്നൊക്കെയുള്ള ബാഡ്ജൊന്നും കിട്ടിയില്ല.
അന്നൊക്കെ ഞാൻ മറ്റേ ഗസ്റ്റ് അക്കൗണ്ടിലായിരുന്നു കളിക്കണേ. ഞാൻ ന്യൂബായിരുന്നു. പിന്നെ ഞാൻ മറ്റിങ്ങനെ മറ്റേ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ പണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗെയിം ഡിലീറ്റ് ചെയ്ത് കയറ്റുള്ള സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ അക്കൗണ്ട് മാറും പോവും അങ്ങനെ മൊത്തം പോയി. കാരണം ഇവിടെ മാറിക്കള എവിടെ നിന്നാണ് അടിച്ചണേ? അവിടെ നോക്കട ഞാൻ എവിടെ നിന്നാണ് അവിടെ ഒരു മരത്തിൻ്റെ പിന്നീന്നാണ് അടിക്കണേ. ഗായ്സ് ഞാൻ ഫോണിലെ ചാർജ് ലൈസ് 5% ചാർജ് ലൈസ് ഒന്ന് കുത്തി വെച്ചോണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഗൈസ് നമുക്ക് ടീമേറ്റ് റിവൈവ് ചെയ്തോളൂ. നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. മാരോട് ഹെൽപ്പ് എന്നറിയാം. ആര് പൊക്കി വിട്ടോളൂ. ഇവിടെ വെൻഡിങ് മെഷീൻ ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ടാ. ഓ അവൻ്റെ കോയിനില്ല 20 അല്ല 200. അതെ റിവൈവൽ പോയിന്റിനാണ് കിട്ടുക. നൈസ് ഗെയിമടാ, നൈസ് ഗെയിം. നൈസടാ. എടാ ഇവനെന്താ പോണേ? ഒന്നേ റിവൈവ് ചെയ്തിട്ടോടാ. അത് ശരി, ഇച്ചങ്ങനെ നിമിഷം റിവൈവ് ചെയ്യാൻ വരിക. 400 ഇപ്പോൾ എന്നെ റിവൈവ് ചെയ്ത് മറ്റൊന്നെ ഞാൻ പോയി റിവൈവ് ചെയ്ത്. അവിടെ നിമിഷം കണ്ടിട്ടാണ് ചെയ്തില്ല. അവൻ അവിടെ നിന്ന് ഓക്കെ വിട്ടേക്കാം. ഇവിടെ വിചാരിച്ചു ഒരു കോയില്ലാത്തതുകൊണ്ട് ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് അവൻ എൻ്റെ റിവൈൽ പോയിൻ്റെ ഉള്ളിൽ കൂടി ചാടി അപ്പുറത്ത് പോയിട്ട് കോയിൻ എടുത്തിട്ട് മറ്റേ വേറെ വെന്റിമിഷൻ എന്തുവാടേ ഇവനെയൊക്കെ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് മറ്റേ മാക്സിമം കോയിൻ കളക്ട് ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് മറ്റേ വേണേൽ പൊക്കാലോ. ഇവിടെ അടുത്തുള്ളത് എവിടെയാണ്? ക്ലോക്ക് ടവറിൽ തന്നെ ഉണ്ടല്ലോ. ക്ലോക്ക് ടവറിൽ തന്നെ ഇല്ലേ ഒരിത് ഉണ്ടാവില്ല മാപ്പിൽ കാണിക്കണം. അവിടെ എനിമി ഉണ്ട്. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ എൻ്റെ കട്ടിച്ചിട്ട് ഒന്നൊരിക്കലും വിശ്വസിക്കാൻ പറ്റും. സോണിയെ കണ്ടില്ല. ശരിക്കും എവിടുന്ന് അടിച്ചത്? ഇവനെവിടെ? ഇവനിന് നമ്മൾ റിവൈവ് ചെയ്യുന്നൊന്നുമില്ല. ചുമ്മാ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു, നമ്മളൊന്ന് റിവൈവ് നമ്മളെയാണ് ഇവന്നെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതിൽ രണ്ടേരോടെയാണ് ചെയ്യേ. അതിനും ചെയ്യാൻ പറ്റൂലേ. അവിടെ റിവൈവൽ പോയിന്റ്. അവിടെ റിവൈവ് ചെയ്യടാ. എടാ റിവൈവൽ പോയിന്റ് ഇട്ടറാ. പോയി റിവൈവ് ചെയ്തരാ. അവനവിടെ ഇമോട്ടിട്ട് ഷോർക്കണം. നിന്നോടൊക്കെ നീ കളിക്കാനേ നല്ലോണം കളിച്ചിറങ്ങി. കുഴപ്പമില്ല, അത്യാവശ്യം ചക്കം കളിക്കും. 2 മിനിറ്റ് ചുമ്മാണിങ്ങനെ. ഓക്കെ 3 മിനിറ്റ് എന്നൊക്കെ കാണിക്കണം. വേറെന്തോ ഉണ്ടോ കണ്ടില്ല. റൈസ് റിവൈവ് നമ്മളവനെ റിവൈവ് മറ്റോ കൃത്യം എന്നെ റിവൈവ് ചെയ്തപ്പോഴാണ് ചത്ത്. ഞങ്ങൾ 2 റിവൈവ് ചെയ്തപ്പോൾ ചത്ത്.
എന്തൊക്കെയല്ലോ എന്താ മറ്റേ പതുക്കെ അവിടെ എനിക്കറിയാം. ഇവിടെ കയറുന്നു കേസ് എനിമി കാണാതെ ഇവിടെ വന്നിട്ട് പടേന്ന് ലൂട്ടി അടിച്ചു 11 VSS ഉള്ളു കഴിച്ചു. ലോങ് റേഞ്ച് VSS കിട്ടൂല. ഓ അവന് തല കിട്ടും കഴിച്ചു. ജസ്റ്റാണ് തല. ഇവിടെ ഇങ്ങനെ വിളിച്ചെന്നവനെ അടിച്ച കയ്യിൽ ഒരു കളിയില്ല. വിളിച്ചും പാത്രമില്ല. ഡയറക്റ്റ് ഉണ്ട് കയറി അടിക്കും. അവിടെ വിളിച്ചോണ്ട് തെറിച്ചോടാ എന്താക്കിയിട്ടല്ലേ ആ പൊട്ടനെ എന്തായാലും കണ്ടിട്ടില്ല. കഴിഞ്ഞാൽ അവിടെ ഇവിടെ എനിമി ഞാൻ കണ്ടു ഗൈസ്. അമ്മമാരിവിടെ തല്ലുണ്ടാക്കുക. അവന്മാർ ഒരുത്തനേക്ക് വിശ്വാസമല്ല. അവരെല്ലാവരും ടീമാവണമെന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ടീമല്ലാത്ത ആവാം. അതിനോട് നാടി കിട്ടുന്നതെന്ന് മനസ്സിലായി ഗൈസ്. ആരൊക്കെ അവരോട് ചത്ത് ആരെന്നടിച്ചേ ബാക്കിൽ നിന്ന് അടിക്കടാ. അവിടെ എവിടുന്നടാ അവിടെ ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ നിന്ന് അടിച്ച റായ്സ ഒറ്റക്ക് മാസ്. റായ്സ നീ സൈഡായിട്ട് മറ്റേ ഇതുണ്ട്. അവിടെ റായ്സ അടുത്തായിട്ടൊരു 57 കിലോമീറ്റർ ഇപ്പുറത്ത് ഇതുണ്ട് മോനെ. അവിടെ ചെന്ന് റിവൈവ് ഞങ്ങൾ റിവൈവ് ചെയ്യടാ. കളിച്ച സുഖല്ലേ മോന്തപ്പം പോയിച്ചോ ഞാൻ പറഞ്ഞു. സപ്ലൈ ചെയ്തോ 35 2+ എനിക്ക് അടിപൊളി 2+. ഞാൻ ഓൺ ട്രെയിനിങ്ങിലാണ്. അവിടെ ഞാൻ പിക്സിനെ വിളിച്ചിട്ടുണ്ട്. പിക്സിമേലാണ് പിന്നെ നമുക്ക് ഫുള്ളിപ്പോൾ വിളിക്കാൻ. പിക്സി സീനാ എൻ്റെ അക്കൗണ്ട് ഞാൻ മാച്ച് വയ്ക്കണടാ. ഫിക്സ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയി വീണ്ടും പിക്സിൻ്റെ പ്രൊഫൈൽ ഞാൻ കാണിത്തരാം. പിക്സൺ എന്ന് തന്നെ വരി പിന്നെ ചുമ്മാ ചെക്കൻ പേരിനാക്കി പിക്സിന്നാക്കി പിക്സി ജസ്റ്റ് ഫോർ രസം പേരണ്ട് മാറ്റിയിട്ടുണ്ട് ചെക്കൻ. ഇതാണിപ്പോൾ BRലെ റാങ്ക്. CS ഗായ്സ് പിന്നെ CS സീസൺ 19 ഒരു ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട്. രണ്ടാമത് ഹീറോയ്ക്ക് അടിച്ച സീസൺ 22 പിന്നെ സീസൺ 23 ഒരു ഹീറോയ്ക്ക്. BR ഞാൻ പറയാനൊന്നും തീരില്ല. സീസൺ 27 1, 28 2, 32 3, 33 മറ്റേ മാസ്റ്റർ അടിച്ചു. എന്നുവെച്ചാൽ ഹീറോയ്ക്കും കഴിഞ്ഞ് കുറച്ചുകൂടി പോയി മാസ്റ്റർ അടിച്ചു. സീസൺ 36 വീണ്ടും ഹീറോയ്ക്ക് അടിച്ചു. സീസൺ 37 അപ്പോൾ ഗൈസ് ബാക്കി BR പിന്നെ സീസൺ 37 വീണ്ടും ഒരു മാസ്റ്റർ. സീസൺ 38 വീണ്ടും ഒരു മാസ്റ്റർ. സീസൺ 38 സോറി ഓക്കെ. പിന്നെ ചക്കൻ ഇത്രയൊക്കെ സെറ്റ് പ്ലെയറാണ്. എനിക്ക് അനുഭവമുള്ള എൻ്റെ അപ്പോൾ ഒരു 1v1 ചെന്നൈ G6
G36 19 സ്ഥാനത്തുണ്ട് വെപ്പൺ ഗ്ലോറിയിൽ. കാരണം ശരിക്കും വീട് ഇവിടെ തന്നെയാണ്. നമ്മുടെ ഇത് ലൊക്കേഷൻ പറയുന്നില്ലേ, ഫാൻസ് എല്ലാം വന്നാലോ ചുമ്മാ റൈസ്. നമുക്ക് വീടിനെ പറ്റിയൊക്കെ വീട്ടിൽ എപ്പോഴേലും പറയാം. ഈ ചകായി ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ ഹോസ്റ്റൽ ചെന്നൈയിലാണ്. എൻ്റെ പ്രൊഫൈലിൽ ഇതാ 1 year old എമുലേറ്റർ, ഹെഡ് ഹണ്ടർ, വെൽ കണക്റ്റഡ്, 1 year old എക്സ്പേർട്ട്, ഹെഡ് എക്സ്പേർട്ട്. എനിക്കിതിനകത്ത് ഭയങ്കരമായിട്ട് വേണമെന്നുള്ളൊരാഗ്രഹം. 2 year old ഒന്ന് കിട്ടണം എന്നൊന്നുണ്ട്. കിട്ടുമെന്ന് എനിക്കറിയില്ല. BR ഹീറോയോ CS ഹീറോയോ കിട്ടണമെന്നുണ്ട്. BR മാസ്റ്ററോ CS മാസ്റ്ററോ കിട്ടണമെന്നുണ്ട്. പിന്നെ ഗായ്സ് പിന്നെ ഇവോക്കിങ് വേണം. അപ്പം ഇടുന്നതിലൊക്കെ എൻ്റെ 3 year old എവിടാ? 3 ഇല്ലേ? 1 year old അവിടെ, 2 year old എടാ, 3 year old 3 year old കാണാല്ലേ? എവിടെ 3 year ഇല്ലേ? എനിക്കറിയില്ലേ. പിന്നെ 4 year കിട്ടണമെന്നുണ്ട്, 5 year കിട്ടണം. ഗോൾഡ് 6 റെഡ് മറ്റേ സെറ്റപ്പാ. 7 year old ഡൗൺ വെല്ലോറാണ് ഏറ്റവും എത്ര ഹീറോയ്ക്ക് അടിക്കണല്ലോ. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഗ്രൂപ്പിലൊക്കെ ഇതിനകത്തുണ്ടാവില്ലേ. എങ്ങനെയായിരുന്നു വയസ്സ് മറ്റേ ഇതെടുക്കുക? ഇതല്ലല്ലോ. പിക്സിനെ ഫസ്റ്റ് BR റീജണിൽ കിട്ടിയല്ല. നമ്മുടെ അയലത്തോലുണ്ട് തോന്നി. ഞാൻ പറഞ്ഞല്ലേ CS ആകട്ടെ. ഫ്രണ്ട്സിൽ പിക്സിൽ തന്നെയാണ് പിക്സി സീന. ഞാൻ പറഞ്ഞില്ലേ റീജണിൽ പിക്സിനൊന്നും അത്രയ്ക്ക് എത്താൻ ചാൻസ് ഇല്ല. ഇതൊക്കെ ഡെയിലി അടിക്കുന്നത്, പിക്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളിക്കുന്നത്. പിന്നെ ഗായ്സ് ഇത്രയും തന്നെ ഉള്ളു വീഡിയോ. ഒരു മാച്ച് കളിച്ചുള്ളൂ. പിന്നെ കുറേ സമയമായി ഗൈസ്. വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. 18 മിനിറ്റും കണ്ടായി. പക്ഷേ നിങ്ങൾക്ക് കുറേ ബോറടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ കുറേ പറഞ്ഞ് വെറുപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വെറുപ്പിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ ഫുള്ള് വെറുപ്പിക്കല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തു, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ എനിക്ക് തോന്നിയ രീതിയിലാണ് പരിപാടി ചെയ്തത്. പരിപാടിയല്ല, എൻ്റെ വീഡിയോസ് കണ്ടത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ പോരാന്ന് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമായിരുന്നു. വൈസ് ഈ വീഡിയോ നമ്മളോട് അതിൻ്റെ പേണേ. എല്ലാവർക്കും ബൈ ബൈ.